ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് വിധവയുടെ എണ്ണ. നേരം നന്നേ വെളുക്കുന്നുണ്ടായിരുന്നു. മക്കൾ രണ്ടുപേരും ഉറക്കം. വിശന്നാണ് ഉറങ്ങിയത്. ആകെയുണ്ടായിരുന്ന ഒരപ്പം എല്ലാവരും കൂടെ കഴിച്ചു. അടുക്കളയിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം മാത്രം കുടിച്ചാണ് ഉറങ്ങിയത്. മക്കളെ ഉറക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ആകെ ആശ അറ്റു. ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു. സൽസ്വഭാവിയായ ഭർത്താവും മക്കളും, അളവറ്റ നിലവും പുരയിടവും, വളരെയധികം ആടുമാടുകൾ, ധാന്യപ്പുരകൾ, വേലക്കാർ, പോരാത്തതിന് ദാനധർമ്മങ്ങൾക്ക് പേര് കേട്ടയാൾ, ദൈവദാസനായ എലീശയുടെ അരുമ ശിഷ്യനും. എത്രയോ നാൾ ദൈവദാസന് ആതിഥ്യം നൽകിയിട്ടുണ്ട്. എല്ലാം പെട്ടെന്നാണ് കഴിഞ്ഞത്. ഒരു കൊയ്ത്തിൻ്റെ കാലം, ഒരു വിളവെടുപ്പിൻ്റെ കാലം, പാണ്ടികശാലകളും കൊയ്ത്തുപുരകളും പുതുതായി ഒരുക്കുന്ന സമയം, ചക്കുകൾക്ക് ഒരു ജീവൻ്റെ കാലം, അവയിലൂടെ മുന്തിരിച്ചാറും ഒലിവെണ്ണയും ധാന്യപ്പൊടികളും പുറപ്പെടേണ്ട കാലം, കൊയ്ത്തിനായി മറ്റുള്ള ഭാഗത്തു നിന്നും വേലക്കാർ എത്തുന്ന കാലം, തൊഴുത്തിലെ പശുക്കളും കിടാക്കൾക്കും ഉത്സാഹത്തിൻ കാലം. മധ്യാഹ്നത്തിൽ ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ പോയ ആൾ പിന്നെ ഉണർന്നില്ല. പലരും കരഞ്ഞു, ചിലർ പിറുപിറുത്തു. തൻ്റെ വിധിയെ ഓർത്ത് പലരും അനുതപിച്ചു. ആദ്യമൊന്ന് കരയണമെന്ന് തോന്നി. എന്നാൽ ബാല്യത്തിലെ അനാഥരായ മക്കളെ ഓർത്ത് വിതുമ്പലൊതുങ്ങി. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം വിളവെടുപ്പ് സമയത്തിന് പറ്റിയില്ല. കുറേയൊക്കെ നാട്ടുകാരും കൊണ്ടുപോയി. നോക്കി നടത്താത്തതിനാൽ കുറേയൊക്കെ അന്യപ്പെട്ടു. വീണ്ടും കളപ്പുരകളും ധാന്യപ്പുരകളും ശൂന്യമായി. വിളവുകൾ വാങ്ങേണ്ടിയിരുന്നവർക്ക് ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനായി വാങ്ങിയിരുന്ന പണം അവർ തിരികെ വാങ്ങാനെത്തി. ഭർത്താവിനെ ബഹുമാനത്തോടെ കണ്ടിരുന്നവർ തന്നോട് സംസാരിച്ചു. പണത്തിന് പകരമായി കുട്ടികളെ അടിമയായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. ഒരിക്കൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ തൻ്റെ വിധിയെ ഓർത്ത് കരയുമ്പോൾ ദൈവദാസനെക്കുറിച്ച് ഓർത്തു. ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നു വിചാരിച്ചു. വിധവ ആയ തനിക്ക് അദ്ദേഹത്തെ എങ്ങനെ കാണുവാൻ പറ്റും എന്നൊക്കെ ഓർത്തു. എങ്കിലും ഒന്ന് കാണണമെന്ന് തീരുമാനിച്ചു. ദൈവം ഒരു വഴി തുറന്നില്ലെങ്കിൽ മക്കളെ അടിമയായി നൽകുന്നതിന് മുൻപ് 6 വരുന്നതിന് മുൻപ് ജീവിതം മതിയാക്കുവാൻ തീരുമാനിച്ചു. അതിനു മുൻപ് ദൈവദാസനെ കാണുവാൻ തീരുമാനിച്ചു. ജീവിക്കാനുള്ള ആശയ്ക്കപ്പുറം മക്കളെ വളർത്തുവാനും അന്യാധീനപ്പെട്ട കൃഷിഭൂമി വീണ്ടെടുക്കാനുമുള്ള ആശയായിരുന്നു. വീടിൻ്റെ വാതിൽ ചാരി മക്കളോട് കാര്യമൊക്കെ വിസ്തരിച്ച് പോകാനൊരുങ്ങി. 2 നാഴിക ദൂരമുണ്ട്. കുടിക്കാനുള്ള വെള്ളം മാത്രം എടുത്ത് യാത്ര തുടർന്നു. മലമടക്കിനടുത്തപ്പുറമാണ് പ്രവാചകൻ്റെ വീട്. തിരക്കും ആകും. ഒത്തിരി ജനം എപ്പോഴും കാണും അവിടെ. കാട്ടത്തി ചുവട്ടിലിരുന്ന് കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെയും യാത്ര തുടർന്നു. ദൂരെ നിന്ന് തന്നെ വീട് കണ്ടു. പതിവ് പോലെ നല്ല തിരക്കാണ്. കാണാനാകുമോ എന്ന് അറിയില്ല. എങ്കിലും കണ്ടിട്ടേ മടങ്ങും. വീടിൻ്റെ ഒരു വശം ചേർന്ന് ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ വിവരമറിയാമല്ലോ എന്ന് ഓർത്തു. കുറേ നേരം നോക്കിയിട്ടും ആരെയും കണ്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകുവാൻ തുടങ്ങി. അദ്ദേഹം യാത്രയ്ക്കായി ഒരുങ്ങുന്നു. നിരാശ തോന്നി. ഇത്രയും വന്നിട്ടും ദൈവവും തന്നെ. പെട്ടെന്ന് അദ്ദേഹം പുറത്തിറങ്ങി. എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നോക്കി. എന്ത് വേണമെന്ന് ആംഗ്യം കാട്ടി അടുത്തേക്ക് വിളിച്ചു. അടുത്ത് വന്നപ്പോഴേക്കും തന്നെ മനസ്സിലായ പോലെ പുഞ്ചിരിച്ചു. തൻ്റെ പകുതി ദുഃഖം തീർന്ന പോലെ. കരയുന്ന തൻ്റെ മുഖം കണ്ടപ്പോൾ വീട്ടിലേക്ക് തന്നെയും വിളിച്ചുകൊണ്ട് തിരിച്ചു നടന്നു. അണ പൊട്ടിയ പോലെ ഉള്ള തൻ്റെ വേവലാതികൾ ഒറ്റ ആശ്വാസത്തിൽ പറഞ്ഞൊപ്പിച്ചു. നിലത്ത് മുട്ടുകുത്തി കൈകളെ മലർത്തി തനിക്കായി പ്രാർത്ഥിച്ചു. ഭവനത്തിൻ്റെ അവസ്ഥ പറഞ്ഞു. വീട്ടിലുള്ളവ എന്തെന്ന് ആരാഞ്ഞു. പെട്ടെന്ന് ഒന്നും ഓർമ്മ വന്നില്ല. അപ്പോഴാണ് ഒരു ചെറു ഭരണി എണ്ണയുടെ കാര്യം. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പാത്രങ്ങൾ വാങ്ങുവാനും അവയിൽ എണ്ണ പകരാനും വാതിലടച്ച് മക്കളോടൊത്ത് കൈകോർത്ത് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. പാത്രങ്ങൾ കുറയരുതെന്നും കൽപ്പിച്ചു. ദൈവദാസൻ്റെ വാക്കുകളെ ഹൃദയത്തിൽ ഓർത്ത് ഒറ്റ ഓട്ടമായിരുന്നു വീടിനെ ലക്ഷ്യമാക്കി. വീശിയടിക്കുന്ന ചൂടുകാറ്റ് വിഷയമാക്കാതെ അവൾ ഓടി തൻ്റെ വീട് ലക്ഷ്യമാക്കി. അപ്പോൾ ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ഭാവനയുമായി നമുക്ക് പിന്നെയും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.